ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ വലിയ ഭക്തജനത്തിരക്കാണ് ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പെരിയാറിന്റെ തീരത്ത് ഭക്തർക്ക് ബലിതർപ്പണം നടത്താൻ വിപുലമായ സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. രാത്രി ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും നടക്കും. തുടർന്നാണ് ശിവരാത്രി ബലിതർപ്പണം ആരംഭിക്കുക. കിരൺ കുമാർ ചേരുന്നു. കിരൺ, വലിയ ഭക്തജനത്തിരക്ക് തന്നെയാണോ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ? ഈ ഒരു ഭക്തജന തിരക്കാണ് ആലുവ മഹാദേവ ക്ഷേത്രത്തിലേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ KP വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് ആലുവയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തർ ആലുവയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം ഭക്തർ എത്തി ശിവരാത്രിക്ക് ബലിതർപ്പണം നടത്തുന്ന ഒരു പ്രധാന ക്ഷേത്രം തന്നെയാണ് ആലുവ മഹാദേവ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നിരവധി ഭക്തരാണ് ഇവിടെ എത്തി ബലിതർപ്പണം ആരംഭിച്ചിരിക്കുന്നത്. ഈ രാവിലെ മുതൽ തന്നെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. 84 ബലിത്തറകളാണ് പ്രധാനമായിട്ടും ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് വിപുലമായ ഒരു സജ്ജീകരണം തന്നെ ആലുവയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി വൈകിട്ടോടുകൂടിയായിരിക്കും കൂടുതൽ ഭക്തജന തിരക്ക് ഉണ്ടാകുക എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. അതായത് രാത്രിയോടുകൂടിയാണ് ഇവിടുത്തെ ഈ ശിവരാത്രിയുടെ ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ പ്രധാനമായിട്ടും ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിക്ക് ശേഷം രാത്രി 12 മണിക്ക് ശേഷമുള്ള ഈ ശിവരാത്രി എഴുന്നള്ളിപ്പും വിളക്ക് പൂജ ഈ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആലുവയിൽ ഏതായാലും പ്രധാനപ്പെട്ട ഈ ശിവരാത്രി ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. അതോടുകൂടി വലിയൊരു ഭക്തജന തിരക്കുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ഉച്ചവരെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഏതായാലും ആലുവയിൽ നടക്കുന്നുണ്ട്. വലിയ ഒരു സജ്ജീകരണം തന്നെ ഈ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഒരുക്കിയിട്ടുണ്ട്. 1500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പോലീസ് ഈ ദിവസം ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ആലുവയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മുതൽ ആലുവയിലേക്ക് ഗതാഗത നിയന്ത്രണമുണ്ട്. മാത്രവുമല്ല, രാത്രി ഈ KSRTCയും കൊച്ചി മെട്രോ റെയിലും അധിക സർവീസ് നടത്തിക്കൊണ്ടാണ് ഏതായാലും ഭക്തജനങ്ങൾക്ക് ഇങ്ങോട്ട് എത്തുന്നതിന് വേണ്ടിയുള്ള യാത്ര അത് സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസിൻ്റെ വലിയ സുരക്ഷാ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ആലുവയിലേക്കുള്ള ഭക്തജന തിരക്ക് അത് വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. KP ശരി, കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.